ഇമാജിൻ ദിസ്, ഒരു ഐസ്ക്രീം കട. നിങ്ങൾ ഐസ്ക്രീം കടയിൽ കയറുന്നു. അവിടെ 3 ഫ്ലേവറുണ്ട്: സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്. നിങ്ങൾ ഒരെണ്ണം മേടിക്കുന്നു, കഴിക്കുന്നു, ഹാപ്പി. എന്നാൽ വേറെ കട ഇമാജിൻ ചെയ്യുക, അവിടെ ഒരു 20 ഫ്ലേവറുണ്ട്, പല ടൈപ്പ് ഫ്ലേവർ. സോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് ചൂസ് ചെയ്യുമോ? ആദ്യത്തെ കടയിലെ പോലെ അത്ര എളുപ്പത്തിൽ നിങ്ങൾ രണ്ടാമത്തെ കടയിൽ ഐസ്ക്രീം ചൂസ് ചെയ്യുമോ? ഇല്ല. ഇതെല്ലാം നമുക്ക് അനുഭവമുള്ളതായിരിക്കും. നമ്മൾ ഒരു കടയിൽ പോകും, ഇത്രയും ഫ്ലേവർ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് വായിക്കും. ഇതിനകത്ത് ഏതായി, അത് വേണോ, ഇത് വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? അപ്പോൾ അതായിരിക്കും നല്ലത്. ഇത്രയും കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അവസാനം എന്തെങ്കിലും ഒന്ന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഏറ്റവും നല്ലതെന്ന് കരുതുന്ന ഒരു സാധനം നമ്മൾ അങ്ങ് എടുക്കും. ഇനി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിചാരിക്കുക, ശോ മറ്റേതായിരിക്കും ഇതിലും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സുഖം കിട്ടൂല, ഡിസ്സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ ഇതിനെയാണ് പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, പാരഡോക്സ് ഓഫ് ചോയ്സ്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എത്ര കൂടുതൽ ഓപ്ഷൻ ഉണ്ടോ അത്രയും സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നതുകൊണ്ട് തന്നെ അത്രയും സന്തോഷവും കിട്ടും. ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. എന്നാൽ ശരിക്കും അത് അങ്ങനെയല്ല. ഓപ്ഷൻസ് കൂടുന്തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഇതാണ് ഒറിജിനലി സംഭവിക്കുന്നത്. നമുക്കെല്ലാം ഇത് എന്താവും പരിചയമുണ്ടായിരിക്കും. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കേസ് 1-2 ഫ്ലേവറുള്ളൂ. സോ ബ്രെയിനിന് പണി എളുപ്പമാണ്, പെട്ടെന്ന് സെലക്ട് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ കേസിൽ 20 ഫ്ലേവറുണ്ട്. സോ ബ്രെയിൻ പണി തുടങ്ങും, ഓവർ അനലൈസ് ചെയ്ത് തുടങ്ങും. സോ ഈ ഓവർ അനാലിസിസ് ചെയ്യുന്ന ബ്രെയിൻ അത് നമ്മുടെ ആങ്സൈറ്റി ആയിട്ടോ ഇതായിട്ടോ മറ്റേ ടെൻഷനായിട്ടോ ഒരു മന്ദിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതാണ് എൻ്റെ അടിസ്ഥാനം. അതായത് ഇന്ന് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ നോക്കുക, യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പാരഡോക്സ് ഓഫ് ചോയ്സ് ഉണ്ട്, ഈ വിഷയമുണ്ട്, ഫ്രീ വില്ലുണ്ട്, അതേപോലെ ഒരു 7-8 ലിസ്റ്റ് ഉണ്ട്. സോ ഞാൻ ഈ ലിസ്റ്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അത് വേണോ, ഇത് വേണോ. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതിൽ തന്നെ ആലോചിച്ചാൽ ഇതിൽ നല്ലത് വെളിയിൽ കിട്ടുമോ, നമുക്ക് ഗൂഗിൾ വല്ലതും നോക്കണം, നല്ല വിഷയം കിട്ടുമോ, എനിക്ക് പറയാൻ ഇൻട്രസ്റ്റ് ഉള്ള പണ്ടത്തെ ബുക്കൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് പറയണം. സോ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സായം കത്തിയത്. സോ ഈ പാരഡോക്സ് ഓഫ് ചോയ്സ്, എത്ര ചോയ്സ് കൂടുന്നു അത്രയും ഡിസ്സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. സോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതങ്ങ് എടുത്ത് തീരുമാനമായി. ഇനിയുള്ള വീഡിയോസിൽ ബാക്കിയുള്ളതൊക്കെ സമയമുണ്ടല്ലോ, കിടക്കട്ടെ. സോ ഇതാണ് ബേസിക്കലി പാരഡോക്സ് ഓഫ് ചോയ്സ്. ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്തോരോ ഓപ്ഷനാണ്. ഡേറ്റിംഗ് ആപ്സ് മുതൽ ഫുഡ് കഴിക്കാൻ വരെ 100,000 ചോയ്സുകൾ. സോ ഇതിൽ സ്ട്രെസ്സില്ലാതെ ജീവിക്കാൻ തന്നെ ഒരു കഴിവ് വേണം. അതായത് ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കുക, എന്തോരം സിനിമകളാണ്. ഏത് കാണണമെന്ന് വെച്ച് വാട്ടടിച്ചു പോകും. അത് വേണം, ഇത് വേണം, ഇതായിരിക്കുമല്ല പുറകെ തലച്ചെകിടിക്കും. സോ ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം, പ്രാക്ടിക്കലി എങ്ങനെ ഓവർകം ചെയ്യാം? സോ 1-2 സ്റ്റെപ്സ്. ഇത് ഞാനൊരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ബാരി ഷോർട്സ്. അങ്ങനെ എന്താ ഒരു പുള്ളി, പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആവണമെന്നില്ല, പുള്ളിയാണ് എഴുതിയത്. സോ 1-2 മെത്തേഡ്സ് ഉണ്ട് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്, അല്ല കൺട്രോൾ ചെയ്തെങ്കിലും നിർത്താനായിട്ട്. ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കണം. പറഞ്ഞ മനസ്സിലായി? ആദ്യമേ അത് ഫിക്സ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഷർട്ട് വേണം. അപ്പം ആദ്യമേ ഏറെക്കുറെ എല്ലാം ശരി. ഇപ്പം എനിക്കൊരു ഡാർക്ക് ഷർട്ട് വേണം, അത് എന്താ പറയുന്നത്, അത് അഫോർഡബിൾ ആയിരിക്കണം, അതൊരു കാഷ്വൽ ആയിരിക്കണം. ഇപ്പം ഈ 3 ക്രൈറ്റീരിയ ആയിട്ട് ഒരു കടയിൽ പോയാൽ കുറേ നോയ്സ് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സോ അതൊരു വഴിയാണ്. രണ്ടാമത്തെ ഒരു വഴി, നമ്മൾ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഷർട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം. സോ നമ്മൾ ഇങ്ങനൊരു കടയിൽ പോയി, ഒരു ഡാർക്ക് ഷർട്ട് വേണം, കാഷ്വൽ ആയിരിക്കണം, അത് അഫോർഡബിൾ ആയിരിക്കണം. ആ കടയിൽ ഈ ക്വാളിറ്റി അല്ല, ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു 15 ഷർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. വലിയൊരു കടയാണ്, അതുകൊണ്ട് 15 ഷർട്ടുണ്ട്, ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യം തന്നെ ഈ 15നെയും ഒരുമിച്ചെടുത്ത് വെച്ച് അനലൈസ് ചെയ്യാൻ നോക്കിയാൽ ആദ്യം പറഞ്ഞ് സംഭവിച്ച സാധനം പിന്നെ സംഭവിക്കും. സോ അതിന് പകരം നമ്മൾ ഓരോ
സെക്ഷനാക്കി ഷർട്ടുകളെ തിരിക്കുക. ആദ്യത്തെ 3 രണ്ടാമത്തെ 3 മൂന്നാമത്തെ 3 ഇങ്ങനെ സെക്ഷനായിട്ട് തിരിക്കുമ്പോഴുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ അതിനകത്ത് ഏതാണോ ഏറ്റവും നല്ലതെന്ന് ഓരോ സെക്ഷനിൽ ചൂസ് ചെയ്യാൻ പറ്റും. അവസാനം ഈ ചൂസ് ചെയ്ത ഷർട്ടെല്ലാം കൂടെ ഒരൊറ്റ സെറ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. സോ ഒരു ഷോർട്ട് കട്ട് പോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ബ്രെയിനിന് കുറേ പ്രാന്ത് പിടിപ്പിക്കാതെ. സോ ഇതൊരു വഴിയാണ്. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. അതായത് നമുക്കെല്ലാം എപ്പോഴും ഏറ്റവും ബെസ്റ്റ് വേണമെന്നുണ്ട്. അതിപ്പം എന്ത് കാര്യം എടുത്താലും നമുക്ക് ബെസ്റ്റ് വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് മതി എന്ന് വിചാരിച്ചാൽ, അതായത് ഇനഫ്, എനിക്കിത് മതി, എൻ്റെ ആവശ്യം നടക്കുന്നുണ്ട്, അത് മതി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് പയ്യെ നമുക്ക് ആക്കാൻ പറ്റണം. ഉദാഹരണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ആവശ്യം എന്താണ്? ഒരു ഫോൺ എക്സാമ്പിളായിട്ട് എടുക്കാം. കോൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യമെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്ന ഒരു ഫോൺ എടുക്കുക. അത് മതി. എൻ്റെ ആവശ്യം അത് നിറവേറി, അത് മാത്രം മതി, വേറെ ഒന്നും എടുക്കണ്ട. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലോട്ട് വരാൻ നേരത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ഏറ്റവും ബെസ്റ്റിനായിട്ടുള്ള അലച്ചിൽ നിർത്താൻ പറ്റും. ഇതൊരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് പൊതുവേ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി. ഇത് അറിയണത് കൊണ്ട് നമ്മൾ നാളെ മുതൽ അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ അറിയൽ ആദ്യ സ്റ്റെപ്പാണ്. അപ്പം നമ്മുടെ ചോയ്സുകൾ എപ്പോഴും കുറയ്ക്കാൻ നോക്കുക. അതൊരു ലിമിറ്റേഷനായിട്ട് കാണാതെ നമ്മുടെ എന്താ പറയുന്ന ഒരു സമാധാനപൂർവമായ ജീവിതത്തിനുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് കണ്ടാൽ മതി. ലെസ് ചോയ്സ് ഇസ് ഓൾവേസ് ബെറ്റർ. നോയ്സ് കുറക്കാൻ നോക്കുക. അതേ പറയാനുള്ളായിരുന്നു. ബൈ.